ഹായ്. ചോദ്യം നോക്കാം. രണ്ട് സർക്കിൾ ഉണ്ട്. റേഡിയസ് ഒരെണ്ണത്തിന് 27 സെന്റിമീറ്റർ, 36 സെന്റിമീറ്റർ. രണ്ടിന്റെയും സെന്ററുകൾ തമ്മിലുള്ള അകലം 45 സെന്റിമീറ്റർ ആണ്. അങ്ങനെ ഒരു കോമൺ കോഡ് വരച്ചാൽ അതിന്റെ ലെങ്ത് എത്രയാണെന്ന് ചോദിക്കണം. അപ്പൊ കോമൺ കോഡ് വരയ്ക്കണം എന്നുണ്ടെങ്കിൽ, കോമൺ ആയിട്ട് ഒരു കോഡ് വരയ്ക്കണം, ഞാൻ വരയ്ക്കണം എന്നുണ്ടെങ്കിൽ രണ്ട് സർക്കിൾസും ഇങ്ങനെ പോണം, ഇങ്ങനെ പാസ് ചെയ്ത് പോണം. അപ്പോഴാണ് നമുക്ക് കോമൺ ആയിട്ട് ഒരു കോഡ് ചെയ്ത് ഇങ്ങനെ വരയ്ക്കാൻ പറ്റുള്ളൂ. അതാണ് കോമൺ കോഡ്. അത് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കണായിട്ട് സിമ്പിൾ ആണ്, ഈസി ഉണ്ടോ നോക്കിയിരുന്നോ. ഒന്നാമത്തെ സർക്കിള്, അതിന്റെ റേഡിയസ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് 26 സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക. 27 സെന്റിമീറ്റർ. രണ്ടാമത്തെ സർക്കിൾ, അതിന്റെ റേഡിയസ് 36 സെന്റിമീറ്റർ. രണ്ട് സെന്ററുകൾ തമ്മിലുള്ള അകലം 45 സെന്റിമീറ്റർ. ഓക്കെ ആണ്. ഇനി 27, 36, 45 എന്ന് പറയുന്നത് ട്രിപ്ലറ്റ് ആണ്. ട്രിപ്ലറ്റ്, പൈതഗോറസ് തിയറം. അപ്പൊ ഇതിൽ 45 എന്ന് പറയുന്നത് ഹൈപ്പോട്ടിന്യൂസ് ആണ്. ഹൈപ്പോട്ടിന്യൂസ്. അപ്പൊ 45ന്റെ ഓപ്പോസിറ്റ് ഉള്ളത് ഇവിടുത്തെ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. 90 ഡിഗ്രി ആയിരിക്കും. എന്നാലാണ് 45 ഹൈപ്പോട്ടിന്യൂസ് ആവുള്ളൂ. ഓക്കെ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാം നമുക്ക്. ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? ഹാഫ് ബി എച്ച്. ബി ആയിട്ട് 27 എടുക്കുകയാണെങ്കിൽ, ബേസ് ആയിട്ട് 27 എടുക്കുകയാണെങ്കിൽ ഹൈറ്റ് ആയിട്ട് എന്ത് വരും? 36 വരും. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഇങ്ങനെ ഇങ്ങനെ. ഇനി ബേസ് ആയിട്ട് വേറെ രീതിയിൽ ഏരിയ കണ്ടുപിടിക്കാം. ഹാഫ് ഇൻറ്റു ബേസ് ആയിട്ട് ഞാൻ 45 എടുത്തു വിചാരിക്കാം, 45. ഹൈറ്റ് ആയിട്ട് അപ്പൊ എന്ത് വരും? ഈ ലെങ്ത്, ഇതാണ് ഹൈറ്റ് ആയിട്ട് വരിക. അതെന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കാനുള്ള കോഡില്ലേ, അതിന്റെ പകുതിയാണ് എച്ച്. എച്ച് ഹൈറ്റ്. ആ എച്ച് കണ്ടുപിടിച്ചാൽ ആദ്യം. അപ്പൊ ആദ്യം 2 വെട്ടിപ്പോയി, 9 കൊണ്ട് കിട്ടുമ്പോ ഇവിടെ 5, ഇവിടെ 4. 4 × 27 108. 108/5 ചെയ്താ എച്ച് കിട്ടും. അപ്പൊ എച്ച് എന്ന് പറഞ്ഞാൽ പകുതി ആയിട്ടുള്ളൂ. ബാക്കി പകുതി കിട്ടാൻ 2h എടുക്കണം. അപ്പൊ × 2 ചെയ്യണം. × 2 ചെയ്താ 216/5 കിട്ടും. 216/5 എന്ന് പറഞ്ഞാൽ 43.2 ആണ്. ക്ലിയർ?